ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കരൾ ഫ്രൈ ആണ്. നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കരൾ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഞാൻ അതിനായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്ര സാധനങ്ങളിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാതെ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ പേസ്റ്റ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇതിൽ ഉപ്പും പുളിയും എല്ലാം നോക്കണം കേട്ടോ. അപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരളിലേക്ക് നമുക്ക് ഈ മസാല എല്ലാം ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ മസാല എല്ലാം തേച്ച് നമ്മുടെ കരൾ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാവേ. നമ്മുടെ കരളിൽ അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവൊക്കെ കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കഴിക്കേണ്ടതുകൊണ്ട് എരിവ് വളരെ കുറച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതേ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കരൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇതൊന്നുമില്ല, നമ്മുടെ കരൾ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ട്രിപ്പ് വെന്ത് കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ടേസ്റ്റൊക്കെ നോക്കി സംഭവം തീരാറായിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടതാണ്. ഇതൊന്നുമില്ല, ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് ഞങ്ങളൊരു ടേസ്റ്റ് നോട്ടൊക്കെ കഴിഞ്ഞു. സാധനം തീരാറായിട്ടുണ്ട്. നമ്മുടെ കരളൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കരൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. അപ്പം ഞങ്ങളിത് ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കി ഇത് ടേസ്റ്റൊക്കെ ചെയ്ത് പകുതി തീരാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ കരൾ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി മസാലയാണ് കേട്ടോ ഇതിൻ്റെ. നമ്മളുടെ നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി കരളിൻ്റെ എടുത്തിട്ട് സബോള എടുത്തിട്ട് ഇങ്ങനെ തിന്നാം. സൂപ്പറാണേ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.